ഇന്ന് നമുക്ക് ഫോഗ് മെഷീൻ, പുകയടിക്കുന്ന മെഷീൻ എങ്ങനെയാ വർക്ക് ചെയ്യണം നോക്കാം. ഇതിലിപ്പോൾ ഒരു മെഷീൻ വാങ്ങിയത് ഒരു 1500 വാട്ട്സ് മെഷീനാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അതിൽ കേബിളുണ്ട്, റിമോട്ടിൻ്റെ വയർലെസ് കേബിളുണ്ട്, അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നു നോക്കാം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് ചെക്ക് ചെയ്യാം. 1500 വാട്ട്സ് മെഷീനാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഹാൻഡിലുണ്ട്. ഏതായാലും ഇതിൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഓക്കെ, പിന്നെ ഇതാണ് നോസിൽ. ഹൈടെക് എന്നുള്ള കമ്പനിയിലാണ്. ഹൈടെക് 1500 വാട്ട്സ്. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിലിപ്പോൾ ഇനി സപ്ലൈ കൊടുക്കാറുള്ളത് ഒരു ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ട്, പവർ കേബിള്, വയർലെസ് കേബിൾ രണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈൻ്റെ കേബിൾ കൊടുക്കാം. ഇതിൽ സാധാരണ സ്റ്റേജിൽ പുക അടിക്കാനാണ് ഈ മെഷീൻ ഉപയോഗിക്കല്. കാരണം ഈ ഗാനമേള അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ആ സാധനം ഇപ്പോൾ ഈ കൊറോണ കാലത്ത് സാനിറ്റൈസറിൻ്റെ ഉപയോഗമായിട്ട് വരികയാണ്. പിന്നെ ഉള്ളതിപ്പോൾ റിമോട്ട് ഉണ്ട്, റിമോട്ട് അതിനുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇതിൽ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് ഓണായിട്ട് ഹീറ്റ് ആവുമ്പോൾ ഈ രണ്ട് ലൈറ്റ് കത്തുമ്പോൾ ബട്ടൺ അമർത്തിയാൽ ഓണാവുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഇതിൽ പച്ചവെള്ളം
പമ്പിലുള്ള ലിക്വിഡിൻ്റെ അംശം മൊത്തം കാലിയാക്കിയിട്ട് വെക്കാൻ പാടുള്ളൂ. വെച്ചാൽ മെഷീനിൽ ലൈഫ് കിട്ടും. അത് എങ്ങനെയായാലും എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഒന്ന് ഹീറ്റായിട്ട് ഇപ്പോൾ ഒന്ന് 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം അടിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലിക്വിഡിൻ്റെ അംശങ്ങളൊക്കെ പോകും. കാരണം പച്ചവെള്ളം ഒരിക്കലും കട്ട പിടിച്ച് നിൽക്കില്ല ചൂടായാൽ. അപ്പോൾ മറ്റുള്ള ലിക്വിഡ് എന്താണെങ്കിലും ചൂടായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആ പമ്പിൻ്റെ ഉള്ളിലൊക്കെ കട്ട പിടിച്ച് നിൽക്കും. ഓക്കെ, ഒരുപാട് ഇങ്ങനെ അടിച്ചിട്ട് ഒഴിവാക്കും. പച്ചവെള്ളമാണ് അടിക്കുന്നത്. ഏകദേശം ഒരു 2-3 പ്രാവശ്യം അടിച്ചിട്ട് ഒഴിവാക്കും. അങ്ങനെ ഈ പമ്പ് മൊത്തത്തിൽ ക്ലീൻ ആവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ലിക്വിഡ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം സാധാരണ രീതിയിൽ. പിന്നെ ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അറിയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി പറയാം. ഏതായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ. കാരണം അത്